വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹൗസ് ഓഫ് ടേസ്റ്റ്. ഹൗസ് ഓഫ് ടേസ്റ്റിൽ ഇന്നത്തെ സ്പെഷ്യൽ പ്രോൺസ് ബിരിയാണിയാണ്. ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. ജസ്റ്റ് ഗോ ഫോർ ദ വീഡിയോ. 35 പേർക്കുള്ള ബിരിയാണിയാണ് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് വലിയൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 8 സവോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അതിനുശേഷം അത് വറുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അടുത്തതായിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്തതിന് ശേഷം അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് കോരി എടുക്കലാണ്. ഞാനിവിടെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് ഒന്ന് വറുത്ത് വരാറായി കഴിയുമ്പോൾ കിസ്മിസും കൂടെ ആഡ് ചെയ്യുകയാണ്. രണ്ടും ഒരുമിച്ചിടാൻ പറ്റില്ല, കാരണം രണ്ടിന് 2 വേവാണ്. അപ്പോൾ രണ്ടും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ കിസ്മിസ് കരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. വീണ്ടും ബാക്കി വരുന്ന എണ്ണയിലോട്ട് സവാള 8 കൂടി അരിഞ്ഞത് ചേർക്കുന്നു. അത് നന്നായി ഇളക്കി കൊടുക്കുക. ആ സമയം കൊണ്ട് ഞാൻ അരപ്പ് തയ്യാറാക്കാണ്. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 20 അല്ലി വെളുത്തുള്ളി, 40 ചുവന്നുള്ളി, ഒരു 5-10 പച്ചമുളക്, കുരുമുളക് പൊടി, ഗരം മസാല പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി തൈര്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. സവാള ഏകദേശം മുരിഞ്ഞു വരാറാവുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഗ്രേവി അതിനകത്തോട്ട് ചേർക്കാം. ഒരു പച്ച കളറിലാണ് അരപ്പുണ്ടായിരിക്കുക. അത് ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ കാശ്മീരി ചില്ലി ആഡ് ചെയ്യുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഞാനിവിടെ ചെമ്മീൻ ഒരു 8-10 ചെമ്മീൻ എടുത്തിട്ട് പച്ചയ്ക്ക് അരച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കുറച്ചുകൂടെ ഗരം മസാലയും കൂടി ചേർത്തതിന് ശേഷം വേണം നന്നായിട്ട് ഇളക്കാൻ. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ കുറച്ചിടുക. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ഓയിൽ ചേർക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് മാരിനേറ്റ് ചെയ്യലാണ്. പ്രോൺസ് മാരിനേറ്റ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി ഇത്രയും നന്നായി തിരുമ്പി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഈ സമയം നന്നായിട്ട് സവാളയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് പ്രോൺസ് ആഡ് ചെയ്യുക. കുറച്ച് നെയ്യ് ചേർക്കുക. നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ചെറുതീയിലിട്ടിട്ട് കുറച്ച് നേരം ഗ്രേവിയൊക്കെ ഒന്ന് ആ പ്രോൺസിൽ പിടിക്കാനായിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. കുറച്ച് നേരം സിമ്മിലിട്ട് ഇളക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. കറിവേപ്പില ആഡ് ചെയ്യുക. മുളക് പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് മുളക് പൊടി ചേർക്കരുത്, കാരണം ബിരിയാണിയുടെ നിറം തന്നെ മാറിപ്പോകും. ഇപ്പൊ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ചെമ്മീൻ. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമ്മൾ അരി വേവിക്കലാണ്. 2 തരത്തിൽ നമുക്ക് അരി വേവിക്കാം. ഒന്ന് കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഉള്ള അരി വേവിക്കാം. അതല്ല എക്സ്ട്രാ വെള്ളം ചേർത്തിട്ട് നമുക്ക് ചോറ് വേവിച്ചത് ഊറ്റിയെടുക്കാം. എന്താണെന്നുണ്ടെങ്കിലും അരി വേവിക്കുമ്പോൾ 90% വേവില് എടുക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. അല്ലെങ്കിൽ വെന്ത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ദം ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ബിരിയാണി അരിയുടെ വേവ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ദം ചെയ്യാനായിട്ട് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് 4 സൈഡിൽ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ചോറ് വേവിച്ച ചോറ് അതിന്റെ മുകളിൽ ഒരു ലെയർ ഇടുക. അതിന്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിനുശേഷം വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യാം. 3 ലെയറായിട്ട് ഞാനിവിടെ ചോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുകളിലത്തെ ലെയറിൽ മല്ലിയില, പുതിനയില, സവള വറുത്തത്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ് വറുത്തത്, കുറച്ച് ചെമ്മീൻ റോസ്റ്റ് ചെയ്തതും കൂടി ചേർത്ത് നന്നായി ചെമ്മീൻ റോസ്റ്റ് ചെയ്തതും കൂടെ വെച്ചതിന് ശേഷം ദം ചെയ്യാനായിട്ട് വെക്കുകയാണ്. ദം ചെയ്യാനായിട്ട് മൈദയുടെ മാവാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മൈദയുടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ട് അതിന്റെ പുറത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് മൂടിക വെച്ച് നന്നായിട്ട് മൂടുക. അരമണിക്കൂർ ദം ചെയ്തതിന് ശേഷം തുറക്കുക. ഇപ്പോൾ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഹൗസ് ഓഫ് ടേസ്റ്റ്. താങ്ക് യു.